ഈ കാണുന്നതാണ് കൊച്ചുകുളങ്ങര ഭഗവതി ക്ഷേത്രം. ഇന്നിവിടെ പൂരമാണ്. അപ്പോൾ പൂരം കാണാനും ആനനെ കാണാനൊക്കെ വേണ്ടി വന്നതാണ്. പക്ഷെ ആനയൊന്നും കാണാൻ പറ്റുന്നില്ല. നവദീപത്തിൻ്റെ നല്ലൊരു കവാട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വടക്കുമുറി പൂരാഘോഷ കമ്മിറ്റി ഇരിങ്ങപ്പുറം അവരുടെ ഒരു പന്തലൊക്കെ ഉണ്ട്. അവിടെ പാമ്പാടി രാജൻ്റെ വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. പാമ്പാടി രാജൻ വരുന്നുണ്ട്. അപ്പോൾ ഉത്സവാശംസകളോടെ മലർവാടി. ഇവിടെ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ്റെ വലിയൊരു ഫ്ലെക്സ്. അവിടെ കവള വിഷ്ണുനാരായണൻ്റെ വലിയൊരു ഫ്ലെക്സ്. ചെന്താര ടീമാണ് കവള വിഷ്ണുനാരായണനെ കൊണ്ടുവരുന്നത്. ഇവിടെ ഇങ്ങോട്ട് വരേണ്ട വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരിൻ്റെ അടുത്ത് തന്നെയാണ് ഇരിങ്ങപ്പുറം എന്ന് പറയുന്നത്. ഗുരുവായൂരിൽ നിന്നും വരാം, പിന്നെ കുന്നംകുളത്ത് നിന്ന് വരാം. ഗുരുവായൂരിൽ നിന്ന് വരികയാണെങ്കിൽ വരേണ്ട ഒരു വഴി എന്ന് പറഞ്ഞെങ്കിൽ കോട്ടപ്പുറം ഇറങ്ങിയിട്ട് അവിടെ ചിലപ്പോൾ നടന്ന് വരേണ്ടി വരും, അല്ലെങ്കിൽ ഓട്ടോ പിടിക്കേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഇരിങ്ങപ്പുറത്തേക്കുള്ള ബസ് കിട്ടുകയാണെങ്കിൽ ഇരിങ്ങപ്പുറത്തേക്ക് വന്നിട്ട് ഇറങ്ങാം. നമ്മളിപ്പോൾ ബൈക്കിലാണ് വരുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് അറിയില്ല ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊന്നും. ഒന്നുള്ളത് കോട്ടപ്പടി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഒന്നെങ്കിൽ ഓട്ടോ പിടിച്ചിട്ട് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇരിങ്ങപ്പുറത്തേക്കുള്ള ബസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ബസ്സിൽ അങ്ങനെ വരാം. ഈ ഒരു ഗ്രൗണ്ടിലാണ് ആനേനെ നിർത്തുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇവിടെ നല്ല തിക്കും തിരക്കായിരിക്കും. ഈ വണ്ടികളൊക്കെ ഇപ്പോൾ ഇവിടെ അമ്പലത്തേക്ക് വന്ന ആൾക്കാരുടെയാണ്. അവർ കുറച്ച് കഴിഞ്ഞ് പോകും. പിന്നെ പൂരപ്പറമ്പ് വരുമ്പോൾ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. വാക്കയിൽ ഗജേന്ദ്ര സേനാധിപതി തോട്ടേക്കാട് കണ്ണൻ. ഇനി തോട്ടേക്കാട് കണ്ണനാണോ തോട്ടേക്കാട് വിനായകനാണോ എത്തിയെന്നറിയില്ല. ആനേനെ കണ്ടിട്ടില്ല. ആണ് റെഡ് സ്റ്റാർ പൂരാഘോഷ കമ്മിറ്റിയുടെ ഒരു പന്തൽ കേട്ടോ. നേരെ പോകുന്നു പുളിക്കപ്പറമ്പ് ഭാഗത്തേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നു. ആശംസകളോടെ പ്രവാസി കൂട്ടായ്മ പുളിക്കപ്പറമ്പ് റെഡ് സ്റ്റാർ. ചേട്ടത് ഏതാനാ? ഗുരുവായൂരല്ല. ഗുരുവായൂരിൽ ശാന്തിമട വില്ല പ്രോജക്റ്റൊക്കെ ഇല്ലേ, അപ്പോൾ അവിടുന്ന് 2 ആനവണ്ടി കിടക്കുന്നുണ്ട്. ഒന്ന് ചിറക്കൽ പരമേശ്വരൻ്റെ ഒരു വണ്ടി, പിന്നെ വേറൊരു വണ്ടിയും കൂടി കിടക്കുന്നുണ്ട്. കോമ്രേഡ്സ് ഇരിങ്ങപ്പുറം നല്ല അടിപൊളി കവാടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ്റെ ആനവണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എലിഫൻ്റ് എക്സ്പ്രസ് വേറെ വണ്ടി വന്നിട്ടുണ്ട്. ആനകളേനൊന്നും കാണാനില്ല, ആ കമ്മിറ്റിക്ക് പോയിട്ടുണ്ടാവും തോന്നുന്നു. ഇവിടുന്ന് അങ്ങോട്ട് അടുത്തോട്ട് പോകുന്നതാണ് കൊച്ചിനാങ്കുളങ്ങര അമ്പലത്തേക്കുള്ള വഴി. ഇവിടെ ചെകുവേരുടെ വലിയൊരു കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചെന്താര എന്ന് പറഞ്ഞിട്ട് വേറൊരു കവാടം, അതിൻ്റെ അപ്പുറത്ത് തന്നെ പുനർജനി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കവാടം. അതൊന്ന് കാണിച്ചു തരാം. ഇത് ബസ് സ്റ്റോപ്പിൻ്റെ പേരിനെ ചെന്താര എന്നാണ്. ഇരിങ്ങപ്പുറം ബസ് സ്റ്റോപ്പാണ്. ഇതാണ് പുനർജനിയുടെ കവാടം. നേരെ അമ്പലത്തിൽ പോകുന്ന അവിടെയാണ്. കൂട്ടുപൊളി അനന്തിൻ്റെ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട്. ആന വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ആനപ്പിണ്ടൊക്കെ കാണാനുണ്ട്. വീണ്ടും വേറൊരു ആനപ്പിണ്ട്. കൊളക്കാട് ശിവപ്രസാദും കൊടക്കാടും കുട്ടികൃഷ്ണനും. പക്ഷെ ആനനെ കാണാനില്ല. മലർവാടിയുടെ വലിയൊരു കവാടം. അവിടെ ആ വഴിക്കാണെന്ന് തോന്നുന്നു. ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ റെബൽസ് നവയുഗം കമ്മിറ്റികളൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. വരദാനം എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്മിറ്റി. ചിത്താന വിഷ്ണുനാരായണൻ ആന കിട്ടുണ്ടോയെന്നറിയില്ല. ഇതാണ് വരദാന കമ്മിറ്റിയുടെ ഒരു കവാടം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സൂര്യൻ്റെ കുത്ത് അവിടെ നിന്നായ കാരണം നിഴലിൽ മാത്രമേ കാണാനുള്ളൂ. എന്തായാലും നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ ഞാൻ എടുത്തുതരാം വൈകിട്ട് വന്നിട്ട്. മലർവാടിക്കാർ മംഗലംകുന്ന് ശരണായ്യപ്പനെ കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് അവരുടെ ഫ്ലക്സ്. ആനേനെ അന്വേഷിച്ച് വന്നാണ്. പക്ഷേ ആനേനൊന്നും കണ്ടില്ല. ആനയുടെ കോലം അവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഒരു 6 അടിക്ക് മീതുള്ളൊരു കോലമാണ്. അതിന് മീതെ തന്നെ വീണ്ടും ഒരു ഡെക്കറേഷനൊക്കെ കാട്ടിയിട്ട് ഒരു 7 അടിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അടിപൊളിയായിരിക്കും. വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാമല്ലേ ആനേനൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ. ഇവിടെ 4 കണ്ടത്തിൻ്റെ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട്. കരുവന്തല ഗണപതിയാണ് അവർക്ക് വരുന്ന ആന. 4 കണ്ടം കൃഷ്ണപിള്ള നഗർ അവരുടെ പന്തലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഇവിടെ വേറെ തമ്പാല എന്തൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. നല്ല ചുവന്ന കളറിലുള്ള കടലാസ് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. ആന അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആനനെ കാണാം. രാവിലെ തന്നെ ആനനെ കാണുന്ന ഒരു ഐശ്വര്യമാണ്. പക്ഷേ രാവിലെ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റില്ല. ഇവിടെ കോമ്രേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പന്തലല്ല കവാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ആൾക്കാരും കമ്മ്യൂണിസ്റ്റുകാരാണ് കേട്ടോ. അത്യാവശ്യം ഷോപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത് മുഴുവനും. കരിവന്തല ആനക്കുട്ടിയാണെന്ന് തോന്നുന്നു. ആനയ്ക്ക് വെള്ളം കൊടുക്കുന്നു. അതെ ചേട്ടാ കരിവന്തല ആനക്കുട്ടി.
പൗർണമി പൂരാഘോഷ കമ്മിറ്റി വടക്കുമറി അടിപൊളി പന്തലാണ് കേട്ടോ. ഇതിലവിടെ സമയപ്രദർശനം ഉണ്ടായിരുന്നു തോന്നുന്നു. ആലോട്ടൊക്കെ ഇരിക്കുന്നു അവിടെ. ഇതൊക്കെ ഉണ്ട് നെറ്റിപ്പട്ടം തീർത്ഥ പൂരാഘോഷ കമ്മിറ്റി.